ഏറെ കേൾക്കുന്ന പേരാണല്ലോ ലെബനൻ, ഹിസ്ബുള്ള എന്നിങ്ങനെയൊക്കെ. യഥാർത്ഥത്തിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആ ലെബനൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ കിട്ടുന്ന ഒരു അവസരമായി ഈ വീഡിയോയെ കാണുക. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറന്ന് നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ലെബനൻ എന്ന ചെറിയ രാജ്യത്തിന്. ആ രാജ്യം വളരെ ചെറുതാണ്, കേരളത്തെക്കാൾ ചെറിയ വലിപ്പമുള്ള വളരെ ചെറിയ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഒരു രാജ്യം. പടിഞ്ഞാറ് ഭാഗത്തെ മെഡിറ്ററേനിയൻ കടൽ, കിഴക്ക് ഭാഗത്തെ സിറിയ, തെക്ക് ഭാഗത്തെ ഇസ്രായേൽ, ഇങ്ങനെ കിടക്കുന്ന ഒരു രാജ്യമാണ്. അത് ഒരു കാലത്ത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു, പിന്നീട് ഫ്രഞ്ച് കോളനിയായി മാറി, പിന്നീട് സ്വതന്ത്ര രാജ്യമായി മാറിയ വിവിധ മതങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യം. വളരെ സമാധാനപരമായ, ഒരുപക്ഷേ മധ്യപൗരസ്ത്യ പ്രദേശത്തെ സ്വിറ്റ്സർലൻഡ് എന്ന് കൂടി അറിയപ്പെട്ടിരുന്ന, ടൂറിസം, ആ ഭാഗത്തെ ടൂറിസം തലസ്ഥാനം കൂടിയായ, ഒരുപാട് സഞ്ചാരികളുടെ പറുദീസയെ അറിയപ്പെട്ടിരുന്ന ലെബനൻ ഇന്ന് ചോരക്കളമായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണവും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെ തന്നെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്ത ആ ഒരു അന്തരീക്ഷവും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ലെബനന് ഈ ഗതികേട് വരുന്നത് എന്നതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. നോക്കൂ, ലെബനൻ എന്ന രാജ്യത്തെ 8 മില്യൺ, അതായത് ഒരു 80 ലക്ഷത്തോളം ആളുകളുണ്ടാവും. ആളുകളുടെ 1/3 ഷിയ മുസ്ലിങ്ങൾ, 1/3 സുന്നി മുസ്ലിങ്ങൾ, മറ്റൊരു 1/3 ക്രിസ്ത്യൻസാണ്, ക്രിസ്ത്യൻ മാരിനൈറ്റുകൾ. അപ്പോൾ ക്രിസ്ത്യൻ രാജ്യമായി പൊതുവെ പണ്ട് മുൻകാലങ്ങളിൽ ഒരു ക്രിസ്ത്യാനികൾക്ക് വലിയ തോതിൽ അസ്തിത്വമുണ്ടായിരുന്ന മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏക രാജ്യമായിരുന്നു ലെബനൻ. അതുകൊണ്ട് ലെബനൻ്റെ ഒരു അന്തരീക്ഷം, ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിന് ഒരു പവർ ഷെയറിംഗ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആരാണോ ലെബനൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം നിർബന്ധമായും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരിക്കണം. അതുപോലെ ലെബനൻ്റെ പ്രധാനമന്ത്രി സുന്നി ഇസ്ലാമിക വിഭാഗത്തിൽപ്പെടുന്നയാളും ലെബനൻ്റെ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ ഷിയ വിഭാഗത്തിൽപ്പെടുന്നയാളും എന്ന ഒരു നിയമം, അത് നിയമമല്ല, അതൊരു കീഴ്വഴക്കമാണ്. അത് ഏറെക്കാലമായി പാലിച്ചു പോകുന്ന കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം ഇപ്പോഴും പാലിച്ചു പോകുന്നു. പക്ഷേ ലെബനൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ നിഴലിലായിരുന്നു. കാരണം ഈ 3 വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം പോരാടിയ ചരിത്രമാണ് ലെബനൻ്റെ ചരിത്രം. ഇസ്രായേലുമായുള്ള വൈരാഗ്യം തുടങ്ങുന്നത് പിന്നീടാണ്. ഇസ്രായേലിൻ്റെ അസ്തിത്വം തന്നെ തുടങ്ങുന്നത് 48 മുതലാണ്. അപ്പോൾ അതുമുതൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും പലസ്തീൻ വിഭാഗം, വലിയ തോതിൽ അവർ അഭയാർത്ഥികളായി അവിടെ എത്തി. അതിൽ ചിലരെല്ലാം PLO ആയി മാറി. യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിൽ ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലായിരുന്നു PLOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വർക്ക് ചെയ്തിരുന്ന വർഷങ്ങളോളം. 80കളിൽ സിവിൽ വാർ, ഈ 3 വിഭാഗങ്ങൾ തമ്മിലുള്ള സിവിൽ വാർ കൊടുമ്പിരി കൊണ്ട സമയത്താണ് ഇസ്രായേലിൻ്റെ അധിനിവേശം ഉണ്ടാകുന്നത്. ഇസ്രായേൽ 1982 ലെബനൻ പിടിച്ചെടുക്കുകയും 82 മുതൽ 2000 വരെ 18 വർഷം ദീർഘമായ ലെബനീസ് ഓക്യുപ്പേഷൻ ബൈ ഇസ്രായേൽ, ഈ ഒരു സാഹചര്യത്തിൻ്റെ സന്തതികളാണ് ഹിസ്ബുള്ള എന്ന് വേണമെങ്കിൽ പറയാം. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഒരു ഷിയ മിലിഷ്യയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇറാൻ്റെ പിന്തുണയുള്ള ഷിയ മിലിഷ്യയാണ്. ഈ ഹിസ്ബുള്ളയ്ക്ക് പോരാളികളുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ നിലവിൽ അവരുടെ ക്ലെയിം അനുസരിച്ച് അത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം പോരാളികളുണ്ട്. അതിൽ 60,000 പേരെങ്കിലും ട്രെയിൻഡ് ഫൈറ്റേഴ്സാണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൻ്റെ നല്ലൊരു പങ്കും ഇസ്രായേൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വകവരുത്തിയിരിക്കുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്യുക എന്ന ഇസ്രായേലിൻ്റെ പദ്ധതി ഇപ്പോഴാണ് നിറവേറുന്നത് എന്നേ ഉള്ളൂ. ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിന് ചരിത്രപരമായ ചില തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ആ തിരിച്ചടികളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയുടെ രൂപീകരണ സമയത്തെക്കുറിച്ചും കൂടെ പറയേണ്ടതുണ്ട്. ഹസൻ നസറുള്ള എന്ന വ്യക്തി, കഴിഞ്ഞ ദിവസം ഇസ്രായേലി ബോംബാക്രമണത്തിൽ മരിച്ച ഹസൻ നസറുള്ള ആയിരുന്നു കഴിഞ്ഞ 32 വർഷമായി, കൃത്യമായി പറഞ്ഞാൽ 1992 മുതൽ 2024 കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേതാവ് മരിക്കുന്നത് വരെ 32 വർഷം യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗധേയം നിർണ്ണയിച്ചത് ഒരു ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് കമാൻഡർമാരുണ്ട്, അദ്ദേഹം മൊത്തം നേതൃത്വമാണ്. പക്ഷേ ആദ്യ നേതാവ് അദ്ദേഹമായിരുന്നില്ല. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ 1960 ജനിച്ച ഹസൻ നസറുള്ള ലെബനൻ്റെ ഉൾപ്രദേശത്ത് ജനിച്ച അദ്ദേഹം ഇറാഖിലെ ഒരു പ്രദേശത്താണ് വിദ്യാഭ്യാസമെല്ലാം നടത്തി. നജഫ് മേഖലയിൽ വിദ്യാഭ്യാസം നടത്തി. അവിടെ ഒരു ഷിയ ക്ലറിക്കിനെ അല്ലെങ്കിൽ ഷിയ മതപണ്ഡിതനുമായുള്ള സൗഹൃദത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആശയം വികസിപ്പിച്ചെടുക്കുന്നത്. മറ്റു പലരുമെല്ലാം ചേർന്നാണ് ഹിസ്ബുള്ള എന്ന
ആശയം 1982 ആ ആശയത്തിൻ്റെ വിത്ത് പാകപ്പെട്ടുവെങ്കിലും 85 മുതലാണ് ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ ലെബനൻ കേന്ദ്രമാക്കി ഉണ്ടാകുന്നത്. അവിടെ പ്രധാനമായും ഉദ്ദേശിച്ചത് ഇസ്രയേലി അധിനിവേശത്തിൽ നിന്നും തെക്കൻ ലെബനൻ മേഖലയെ മോചിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഷിയ മിലിഷ്യയായി, സുന്നികൾക്ക് അതിനകത്ത് പങ്കാളിത്തമില്ല, ക്രിസ്ത്യാനികൾക്ക് പങ്കാളിത്തമില്ല, ഷിയ മിലിഷ്യയായി ഇറാൻ്റെ സഹായത്തോടുകൂടി അത് പങ്കെടുത്തു. അപ്പോൾ ആൻറ്റി അമേരിക്കൻ, ആൻറ്റി സയണിസ്റ്റ്, അതായത് ജൂതവിരോധം, അമേരിക്ക വിരോധം, പാശ്ചാത്യ വിരോധം, അതുമാത്രമല്ല വഹാബി വിരോധം. വഹാബി എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗമാണ്. സൗദി അറേബ്യയൊക്കെ വഹാബി കിങ്ഡമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ വഹാബികൾക്കെതിരെ, അപ്പം അങ്ങനെ ഇപ്പം സുന്നി മുസ്ലിങ്ങൾക്കും ഒരു പരിധിവരെ എല്ലാ പാശ്ചാത്യ സംഹിതകൾക്കും എതിരെയുള്ള ഒരു ഐഡിയോളജിക്കൽ ഗ്രൂപ്പാണ്. അതുകൊണ്ടൊരു സാംസ്കാരിക സമിതിയാണ്, പ്രത്യയശാസ്ത്രപരമായ ഒരു ഗ്രൂപ്പാണ്, അത് മാത്രമല്ല ട്രെയിൻഡ് മിലിഷ്യയാണ്. അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടും ഹിസ്ബുള്ള പിന്നീട് വളരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ലെബനൻ്റെ പാർലമെൻറ്റിൽ 128 അംഗ ലെബനീസ് പാർലമെൻറ്റിൽ 12 MP-മാരാണ് ഹിസ്ബുള്ളയ്ക്കുള്ളത്. അതൊരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി തന്നെയാണ് ഹിസ്ബുള്ള. ആ മന്ത്രിസഭയിൽ, ലെബനീസ് മന്ത്രിസഭയിൽ 2 അംഗങ്ങളും 12 MP-മാരും. ഇതാണ് ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ പശ്ചാത്തലം. എന്നാൽ സൈനികമായി പറയുമ്പോൾ നിരന്തരം ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ, അതുപോലെ റോക്കറ്റ് ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ എല്ലാം കടന്നു വന്നിരുന്നത് ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള തെക്കൻ ലെബനൻ. ആ തെക്കൻ ലെബനനാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തന മേഖല. അവിടെ നിന്ന് വരുന്നു. ഇസ്രയേൽ പലപ്പോഴും തിരിച്ചടികൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഹിസ്ബുള്ളയുമായി നേരിട്ട് ഏറ്റുമുട്ടിയത് 2006-ലാണ്. 2000-ാം ആണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 1982 മുതൽ 2000 വരെ ഇസ്രയേലി ആധിപത്യം ലെബനനിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇസ്രയേലിനെതിരെ മുട്ടം വെട്ടി നിന്ന, ഘോരമായി പോരടിച്ചു നിന്ന സായുധ വിഭാഗം തന്നെയാണ് ഹിസ്ബുള്ള. അവരുടെ പോരാട്ടത്തിൻ്റെ വീര്യത്തിന് മുന്നിൽ ഇസ്രയേൽ കീഴടങ്ങി എന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഇസ്രയേലിനെ അവിടുന്ന് 2000-ാം ആണ്ടിൽ പിൻവലിയേണ്ടി വന്നു. അത് വിജയമായി ഹിസ്ബുള്ള ആഘോഷിക്കുമ്പോഴും തന്ത്രപരമായ ഒരു പിൻവലിയലായിരുന്നു എന്ന് നിരീക്ഷകരുടെ അഭിപ്രായമുണ്ട്. എന്നാൽ 2006-ൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായി. ഇസ്രയേലി സോൾജിയേഴ്സ് 2-3 പേരെ അവർ പിടിച്ചുകൊണ്ട് പോവുകയും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ ഒക്ടോബർ 7-ന് ഹമാസ് ചെയ്തതുപോലെ ഹിസ്ബുള്ളയും ചെയ്തു. അതിനുള്ള പ്രതികാര നടപടി എന്ന നിലയിൽ ശക്തമായ ആക്രമണമുണ്ടായി. പക്ഷേ വീണ്ടും ഇസ്രയേലിനെ പിന്തിരിയേണ്ടി വന്നു. അന്ന് മുതൽ ഇസ്രയേൽ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഹിസ്ബുള്ള എന്ന സായുധ സംഘത്തെ എലിമിനേറ്റ് ചെയ്യാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അവർക്കതിനുള്ള അവസരം ലഭിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ മാസം, ഒരു വർഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തോതിൽ റോക്കറ്റ് ആക്രമണം ഉണ്ട് എങ്കിൽ പോലും പൂർണ്ണ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് ഇസ്രയേലിനെ കൊണ്ടെത്തിച്ചത് ലെബനനിൽ നിന്നും കടന്നു വരുന്ന മിസൈലുകളാണ്. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ അവരുടെ ശക്തി തിരിച്ചു വെച്ചത് ഗസയിലെ ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായി എന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഇസ്രയേലിൽ യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 100-ൽ പരം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ തടവിൽ തുരങ്കങ്ങളിൽ കഴിയുന്നു ഗസയിൽ. അത് മോചിപ്പിക്കുന്നത് വരെ ഇസ്രയേലിന് വിശ്രമമില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. പക്ഷേ ആ പരാജയം ഇസ്രയേലിൻ്റെ ആ ഒരു പോരായ്മ തന്നെയാണ്. തീർച്ചയായും ജൂതന്മാർ, 100ഓളം ജൂതന്മാർ അറബികളുടെ, പലസ്തീനികളുടെ തടവിലുണ്ട്, ഗസയിലുണ്ട് എന്ന് പറയുമ്പോൾ മുഖം രക്ഷിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് ഹമാസിൻ്റെ ശക്തി വല്ലാതെ ക്ഷയിച്ചു എന്നത് ഉറപ്പാണ്. തിരിച്ച് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലിനെതിരെ കാര്യമായ ആക്രമണങ്ങളൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായില്ല. അവിടെ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയുടെ യോഗം നടക്കുന്നതിൻ്റെ മറവിൽ, അപ്പോൾ എല്ലാ ശ്രദ്ധയും നയതന്ത്ര നീക്കങ്ങളിലാണ്. ലോകം എന്തു പറയുന്നു ഈ വിവാദത്തെക്കുറിച്ച്, ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച്, മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഈ പ്രശ്നത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ ഒന്നൊന്നായി സംസാരിക്കുകയാണ്. കൂട്ടത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആദ്യ നിമിഷം തന്നെയാണ് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഏതാണ്ട് 2000 പൗണ്ട് ശേഷിയുള്ള വലിയ ബങ്കർ ബസ്റ്ററുകളാണ് ലെബനൻ്റെ തെക്ക് ഭാഗത്ത് കേന്ദ്രീകരിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെതിരെ പ്രയോഗിച്ചത്. അതെന്താണ്? ഹസൻ നസറുള്ള അവിടെ ഉണ്ടാകും എന്ന് ഇസ്രയേൽ എങ്ങനെ അറിഞ്ഞു? അവിടെയാണ് മൊസാദിൻ്റെ മിടുക്ക്. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് കഴിഞ്ഞ 12 വർഷമായി, മിനിമം 12 വർഷമായിട്ടെങ്കിലും, അല്ലെങ്കിൽ 2006 മുതലെങ്കിലും
കഠിനമായ ശ്രമത്തിലായിരുന്നു ഹസൻ നസറുള്ളയെ ട്രാക്ക് ചെയ്യാൻ. കാരണം ഇസ്രായേലിൽ സംഭവിച്ച 2000 ആണ്ടിൽ പിന്തിരിയേണ്ടി വന്നതിൻ്റെയും 2006 സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ചെറിയ തിരിച്ചടികളുടെയും ഒരു ഫലമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആത്മാവ് മുറിപ്പെട്ടിരിക്കുന്നു, അതിന് പ്രതികാരം ചെയ്യണം എന്നൊരു ദാഹം ഇസ്രായേലി രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. ആ തക്കം നോക്കിയാണ്, അതായത് ആ കാലഘട്ടമെല്ലാം തന്നെ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും അതുമാത്രമല്ല ഇറാൻ്റെയും ഉന്നത നേതൃത്വത്തിൻ്റെ പിന്നാലെയായിരുന്നു മൊസാദിൻ്റെ ചാരസംഘം. ഇവർക്കെല്ലാം ഇൻഫോർമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകി ലഭിക്കുന്ന അറിവുകളനുസരിച്ച് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചതിന് പിന്നിൽ ഇറാൻ വംശജനായ ഒരു ഇറാൻ ചാരൻ, ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന, മൊസാദിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഇറാൻ ചാരൻ നൽകിയ ടിപ്പ് ഓഫ്. അദ്ദേഹം ഈ ബങ്കറിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു കെട്ടിട സമുച്ചയത്തിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്ന 60 അടിയോളം താഴ്ചയുള്ള ബങ്കർ, ആ ബങ്കർ സമുച്ചയം, അത് വലിയ ശക്തമായ രാവണൻ കോട്ട തന്നെയാണ്. അവിടേക്ക് പ്രവേശിച്ച ഹസൻ നസറുള്ളയെയും ഏതാനും നേതാക്കളെയും ആ സമയം നോക്കി, കറക്റ്റ് സ്ട്രാറ്റജിക് സമയം നോക്കി വകവരുത്തി എന്ന് പറയുന്നത് തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി വേണമെങ്കിൽ ആഘോഷിക്കാവുന്ന ഒന്നാണ്. അവിടെ ഹസൻ നസറുള്ള ഇന്ന് കാലയവനിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. അതിന് പകരം ഹമാസിന് ഒരു നേതൃത്വം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളനുസരിച്ച് ഹമാസിനല്ല ഹിസ്ബുള്ളയ്ക്ക് ഒരു പുതിയ നേതൃത്വം ഉണ്ടാകേണ്ടതുണ്ട്. ഹിസ്ബുള്ളയുടെ നേതൃത്വമായി ഇപ്പോൾ പറയുന്നത് ഹാഷിം സഫേദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സഫിയാദ്, അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുഖം പരിചിതമല്ല, ഈ ലോകത്തിന് പരിചയമല്ല, അതിൻ്റെ വെയറബൌട്ട്സിനെ കുറിച്ച് കാര്യമായ അറിവില്ല. പക്ഷേ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ആശയങ്ങൾ കൂടിയാണ്. അവരെ സായുധ സംഘങ്ങൾ മാത്രമല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന ചില ആശയങ്ങളുണ്ട്. ഒരുപക്ഷെ ഹമാസിൻ്റെ ആശയങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാണ്. ഒരു സ്വതന്ത്ര പലസ്തീൻ, അതിനൊരു സായുധ പരിഹാരം, ഇതാണ് ഹമാസിൻ്റെ ആശയം. പക്ഷേ ഹിസ്ബുള്ള എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് കാര്യമായ കാര്യങ്ങളില്ല ഹിസ്ബുള്ളയ്ക്ക്. കാരണം ഇറാൻ്റെ പ്രേരണയോടുകൂടി ഇസ്രായേലിൻ്റെ അസ്തിത്വത്തെ നശിപ്പിക്കാനായി തീർച്ചയായും പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലുമായ നിലപാടിൽ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ചില അവ്യക്തതകളുണ്ട്. അവ്യക്തത എന്ന് പറയുന്നത് ഹിസ്ബുള്ളയ്ക്ക് അവ്യക്തത ഉണ്ടാവില്ല. ലോകം നോക്കിക്കാണുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഫീഫ്ഡം സംരക്ഷിച്ച് പോയാൽ മതിയാകുമല്ലോ. ഈ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം അത് അറബ് ലോകത്തിൻ്റെ മുഴുവൻ പോരാട്ടമല്ലേ. ഇത് അറബി ലോകമെന്ന് പറയാൻ പോലും ആവില്ല. ഇറാൻ്റെ സഹായമുള്ള, നോൺ അറബായ ഇറാൻ്റെ സഹായമുള്ള ഷിയ മുസ്ലിങ്ങളായ അറബികൾ തന്നെയാണ് അവർ. ഇല്ലെന്ന് പറയാനാവില്ല. എല്ലാ ഷിയ മുസ്ലിങ്ങളും നോൺ അറബല്ല, അപ്പോൾ അറബികളുമുണ്ട്. അപ്പം അങ്ങനെ ഒരു വളരെ സങ്കീർണമായ ഒരു അന്തരീക്ഷം ലെബനനിൽ ഉണ്ടാക്കിയെടുത്തത് ഹിസ്ബുള്ളയാണ്. ലെബനീസ് തലസ്ഥാനത്ത് പലയിടങ്ങളിലും, അല്ലെങ്കിൽ ലെബനൻ്റെ പല ഭാഗത്തും, ഇനിയും സുന്നി അറബി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹസൻ നസറുള്ളയുടെ മരണവാർത്ത കേട്ടപ്പോൾ ചില സന്തോഷ പ്രകടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പം അവിടെ ഹിസ്ബുള്ള ഒരേ സമയം തന്നെ വീരനായകരായും വില്ലൻ വേഷക്കാരായും മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉദാഹരണത്തിന് സിറിയയിൽ ആഭ്യന്തര യുദ്ധം, IS എന്ന് പറയുന്ന സുന്നി തീവ്ര വിഭാഗങ്ങൾ. അപ്പോൾ അവർ രാജഭരണത്തിനെതിരാണ്, അവർ ഡെമോക്രസിക്കെതിരാണ്, അവരെല്ലാ വ്യവസ്ഥാപിത മാർഗങ്ങൾക്കും എതിരാണ്. ഒരു ഖലിഫേറ്റ്, ഒരു ഖിലാഫത്ത് സ്ഥാപിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമാണല്ലോ IS അല്ല, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ്. ആ പ്രവർത്തനം വ്യാപകമായപ്പോൾ, സിവിൽ വാർ മൂർധന്യത്തിലായപ്പോൾ 2010-12 കാലഘട്ടത്തിൽ ഹസൻ നസറുള്ളയുടെ നേതൃത്വത്തിൽ ഹിസ്ബുള്ള പോരാളികളെ സിറിയയിലേക്ക് അയച്ചു. അത് സിറിയയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഒരുപക്ഷെ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ നിലനിർത്തിയത് ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ കൂടെ സമയോചിതമായ ഇടപെടലുകളും പുട്ടിൻ്റെ സഹായവും, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ സഹായവും എല്ലാം ആയിരിക്കാം. പക്ഷേ അറബ് ലോകത്ത്, സിറിയയിലാകട്ടെ, ഇറാഖിലാകട്ടെ, സൗദി അറേബ്യയിലാകട്ടെ, UAE-യിലാകട്ടെ, അറബ് ലോകത്ത്, ഗൾഫ് മേഖലയിലാകമാനം വലിയ തോതിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒരു സാന്നിധ്യമാണ് ഹിസ്ബുള്ളയുടേത്. പലരും ഹിസ്ബുള്ളയുടെ വിമർശകരുമാണ്. അതുകൊണ്ട് ഹിസ്ബുള്ളയുടെ പതനം, പൂർണ്ണമായ പതനമെന്ന് പറയാനാവില്ല, ഹിസ്ബുള്ളയുടെ ശക്തി അൺഅക്സെപ്റ്റബിളി ലോ ആയി മാറിയിരിക്കുന്നു, ക്ഷയിച്ചിരിക്കുന്നു. അങ്ങനെ ഹിസ്ബുള്ളയുടെ ഒരു പതനം ലെബനനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ലെബനന് ഒരു ആശ്വാസമാകുമോ, അതോ ലെബനൻ്റെ തന്നെ പതനത്തിനത് കലാശിക്കുമോ, ഇതൊന്നും കൃത്യമായി ഇപ്പോൾ പറയാനാവില്ല. കാരണം ലെബനൻ തീർത്തും ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറിയിരിക്കുന്നു. ലെബനൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ക്രിസ്ത്യൻസ് ഉണ്ട് അവിടെ 1/3, ഷിയ മുസ്ലിങ്ങളുണ്ട് 1/3, സുന്നി മുസ്ലിങ്ങളുണ്ട് 1/3, മറ്റ് വിഭാഗങ്ങൾ, ചിതറിയ വിഭാഗങ്ങൾ.
ഇവർക്കെല്ലാം അധിവസിക്കാൻ സമാധാനമായി, സന്തോഷമായി, ശാന്തമായി, സ്വസ്ഥമായി അധിവസിക്കാൻ പറ്റുന്ന ഒരിടമായിരുന്നു. അതാണ് ദേവദാരുക്കളുടെ നാടല്ലേ. ലെബനൻ്റെ പതാകയിൽ തന്നെ ദേവദാരു, ചെഡാർ ട്രീ, അതിൻ്റെ ഒരു പടമാണുള്ളത്. അതുപോലെ അവിടെ സമ്പദ് വ്യവസ്ഥ കാര്യമായ ഒന്നും തന്നെ, ഇപ്പോൾ ടൂറിസം എല്ലാം തകർന്നു കഴിഞ്ഞു. ആകെപ്പാടെ ഉള്ളത് ഒലിവ് മരങ്ങളാണ്. ഈ ആക്രമണത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് ഒലിവ് മരങ്ങൾ നശിച്ചുപോയി. അപ്പം വലിയ ഒരു തൊഴിലില്ലായ്മയും വലിയ തോതിൽ ഡെറ്റ് ടു GDP റേഷ്യോ ആ മേഖലയിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് ലെബനനിൽ. അതുകൊണ്ട് വളരെയധികം അന്തരാള അവസ്ഥയിലായിരിക്കുന്ന ലെബനനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുടെ ഭീഷണി, അത് ഇസ്രായേലിനെതിരെ മാത്രമല്ല ലെബനന് തന്നെ ബാധ്യതയാകുന്ന ഹിസ്ബുള്ളയുടെ ഒരു ഭീഷണി, അത് അവസാനിക്കുകയും സമാധാന മാർഗത്തിൽ വരെയും ഇസ്രായേലും ലെബനനും തമ്മിലും, ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലും ഒരു കരാറിൽ ഏർപ്പെടുകയും യുദ്ധമില്ലാ കരാറിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലെബനനെ പൂർവ്വസ്ഥിതിയിലേക്ക്, സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരാനാവും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ.